1959 12ാം വയസ്സിൽ അവസാനിച്ച ഒരു കേരളീയ ബാല്യം. എന്തേനും എന്നാ മോനെ? തുറക്കണം, ആണത്തുണ്ടെങ്കിൽ തുറക്കണം, വാതിൽ തുറക്കണം. എന്റെ കൊച്ചമ്മേ, പട്ടികളെ തണ്ടികളെന്ന് മുദ്രാവാക്യം വിളിച്ചവൻ ആരടാ നിങ്ങളുടെ കൂട്ടത്തില്? വാതില് മാറി, ഇതല്ല അപ്പുറത്താ. എവിടെ? ഇതാ കാണുന്നത്. പട്ടികളെ തെണ്ടികളെന്ന് മുദ്രാവാക്യം വിളിച്ചവൻ ആരടാ നിങ്ങളുടെ കൂട്ടത്തില്? ചുണയുള്ള ആണുങ്ങളുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. തുറക്കണം. മതി ബാസി, അച്ഛടെ പുറത്തേക്ക് വരില്ല, നമുക്ക് പോവാം. വാ. പട്ടികളാരാ തെണ്ടികളാരാന്ന് കാണിച്ചരാൻ കേട്ടറാടാ. വാ ബാസി. നടക്ക്, നമുക്ക് പോവാം. ജാഥ നിൽക്കുമ്പോ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാന്ന വിചാരം. ആലാവലാദികൾ. അതാ തെമ്മാടി ബാസിയാ, സന്ധ്യയ്ക്ക് ഇവരുടെ ജാഥ പോയില്ലേ, അതിന് സമാധാനം ചോദിക്കാൻ ഇറങ്ങിയതാ. ഈ പാർട്ടി ഓഫീസിനടുത്തുനിന്ന് മാറി താമസിക്കാന്ന് ഞാൻ എത്ര പറഞ്ഞതാ. എന്തെന്നായാലും വാടക കുറവാന്നല്ലേ ഇവന്റെ അച്ഛന് നോട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഈ കക്ഷി ഒരു ദിവസം കത്തിയൊക്കെ മൂർച്ച കൂട്ടി ഷേവ് ചെയ്തുകൊണ്ടിരുന്നപ്പോ അറിയാണ്ട് മൂക്കുമ്മക്കൊണ്ട് മൂക്കാ മുറിഞ്ഞു വീണ്. മൂക്ക് മുറിഞ്ഞു വീണ ഉടനെ കത്തി കഴിയുമെന്ന് താഴെ. കത്തി വീണത് കാലുമേല്, പെരുവരലാ മുറിഞ്ഞു. ആശ നേരെ മൂക്കും പെരുവരലെടുത്ത് ആസ്പത്രിക്ക് ഓടി. ആസ്പത്രിക്കാരതൊക്കെ തുന്നിക്കെട്ടി പറഞ്ഞ് റെഡിയാക്കി വിട്ട്. ഒക്കെ ക്ലീൻ. പക്ഷെ ചെറിയ ഒരു കുഴപ്പം പറ്റി. തുന്നിക്കെട്ടിയപ്പോ പെരുവരലിന്റെ അവിടെ മൂക്കും മൂക്കിന്റെ അവിടെ പെരുവരലും ആയിപ്പോയി. അതുകൊണ്ട് എന്ത് പറ്റി? തുമ്മൽ വരുമ്പോ ഒക്കെ ആശാൻ കാലുമേൽ പിടിക്കും. മോനെ, നീ കുറച്ചൊന്നും അങ്ങോട്ടിരിക്കും. സേവിയൊന്നും വേണ്ട. അറിയാം, ഒന്ന് മിനിക്കാ പോരെ. ഏത് ചെക്കൻ? നമ്മുടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യണ നമ്പ്യാരില്ലേ, അയാളുടെ മോനെ. ഏത് നമ്പ്യാര്? ആ കമ്മിറ്റി ഓഫീസിന്റെ അടുത്ത് പുതുതായി താമസാക്കിയിട്ടുള്ള. ബാസിയേട്ടനൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എന്റെ ആങ്ങളെ മഹാ ചീത്തയാ, അവന്റെ കൂടെ വഴക്കിന് പോണ്ടാന്നൊന്ന് പറയണം. നീ മിണ്ടാണ്ടിരിക്കട്ടെ, ഇവള് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണം. ഇന്നലെയും കൂടി രണ്ടാളും ഇവിടെ ഭയങ്കര വഴക്കായിരുന്നു. എന്റെ കടയിൽ വന്ന് എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കുമ്പോൾ ഞാൻ പിന്നെ മിണ്ടാണ്ട് നോക്കിക്കണം. പെങ്ങള് പേടിക്കണ്ടേ, അവനൊരു ചുക്കും ചെയ്യൂല. അതല്ലേ പറയണേ. ബാസേട്ടാ, നമ്മുടെ നാടകം കലക്കണ്ടേ? ഒക്കെ നമുക്ക് ശരിയാക്കടാ. സമയം എത്രയാണെന്നറിയോ? അവോ എടാ, ജാഥയ്ക്ക് പോകേണ്ട സമയമായി. നീ പോരല്ലേ? അല്ല, ഞാൻ ഈ ചെക്കന്റെ തലയൊന്ന് ശരിയാക്കിട്ട് വരാം. നീ ഇവിടെ നിന്ന് ചെക്കന്റെ തല ശരിയാക്കണോ അതോ ജാഥയ്ക്ക് വരണോ? പണ്ടാരടക്കാനായിട്ട്. മോനെ ഇവിടെ ഇരിക്കെ, ഞാൻ ജാഥ കഴിഞ്ഞിട്ട് ഇപ്പൊ വരാം. മോനെ അങ്ങോട്ട് പോരുത്. ഇനി വന്നേ. ഈ അടിവരയിട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ.
അയ്യേ ഇത് മുഴുവൻ വൃത്തികേടാണല്ലോ. വൃത്തികേടൊന്നുമല്ല, അതെല്ലാം വിശദ വിവരങ്ങളാ. എന്തിന്റെ? ഏ, അതെല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. പാതിരിമാരി രാഷ്ട്രീയത്തിൽ പാതകമെന്തിനു ചെയ്യുന്നു? പാതിരിമാരി രാഷ്ട്രീയത്തിൽ പാതകമെന്തിനു ചെയ്യുന്നു? കൂടെ മടച്ചിട്ട് ഇവിടെ ഒരു പുല്ലും ചെയ്യാൻ പോണില്ല. കേരള നാട്ടിൽ നാട്ടിയ ചെങ്കൊടി ഡൽഹിയിൽ ഞങ്ങൾ പാറിക്കും. കേരള നാട്ടിൽ നാട്ടിയ ചെങ്കൊടി ഡൽഹിയിൽ ഞങ്ങൾ പാറിക്കും. കേരള നാട്ടിൽ നാട്ടിയ ചെങ്കൊടി ഡൽഹിയിൽ ഞങ്ങൾ പാറിക്കും. ചുമട് ചുമക്കും മേത്തന്മാർക്ക് കേരള സർക്കാർ എതിരല്ല. ചുമട് ചുമക്കും മേത്തന്മാർക്ക് കേരള സർക്കാർ എതിരല്ല. കാളെ പൂട്ടും നായന്മാർക്ക് കേരള സർക്കാർ എതിരല്ല. കാളെ പൂട്ടും നായന്മാർക്ക് കേരള സർക്കാർ എതിരല്ല. ഇവിടുത്തെ സംസ്കാരവും വിദ്യാഭ്യാസവും എല്ലാം നശിപ്പിക്കുമെന്നാ തോന്നുന്നത്. ഇതിപ്പോ സമരവും ജാതിയും മുഴുവൻ കാരണമുണ്ടായല്ലോ. നിങ്ങളൊക്കെ കൂടെ അല്ലേ ഇവരെ ഭരിക്കാനാക്കിയത്? അതിന് ഇവർ ഇത്ര മോശം കാര്യം കരുതിയോ? ആ, അധികം കാലൊന്നും ഉണ്ടാവില്ല. എന്നാണ് അതിന് തല ഇങ്ങനെ ഇങ്ങനെ എവിടെ പിടിക്കുന്നത്? ആരാ നാണുവാ? മുഴുവനും വേണ്ടിയിട്ടില്ല. പോയി മുഴുവൻ വെട്ടിക്ക്. പൈസ കൊടുത്താ എന്നാ പോ. ചെല്ലേ ഓ. ആ ഡോക്ടർ പുനഃസ്ഥലം കണ്ടോ? അതെ, ഡോക്ടർ